കഴിഞ്ഞ ദിവസം വന്നൊരു പ്രൊമോ അത് വളരെ ഞെട്ടലോടുകൂടിയാണ് പ്രേക്ഷക സമൂഹം കണ്ടത്. അതായത് ഗബ്രിയും ജിൻഡോയും തമ്മിലുള്ള ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ്. അത് ഫിസിക്കൽ അസോൾട്ടിലേക്ക് നീങ്ങിയിട്ടുണ്ടോ എന്നുള്ളതും ഇന്ന് അതിനകത്ത് ആരെങ്കിലും പുറത്തു പോകുവാൻ സാധ്യതയുണ്ടോ എന്നുള്ളതുമായ ചർച്ചകളാണ് പുറം ലോകത്ത് ഇപ്പോൾ കൊണ്ടുപിടിച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഒരു ടാസ്കിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. ശരിക്കും ജിൻഡോയെ കയറി പിടിക്കുകയാണ് ഗബ്രി. ഇതിനുശേഷം രണ്ടുപേരും കൂടി മറിഞ്ഞ് താഴേക്ക് വീഴുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിൽ പറഞ്ഞാൽ ആക്രമണം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കരുതാം. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഗബ്രിയുടെ മുകളിലേക്ക് ജിൻഡോ കയറുന്നു, ജിൻഡോയുടെ മുകളിലേക്ക് ഗബ്രി കയറുന്നു. അത് ഫിസിക്കൽ അസോൾട്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ ചിത്രീകരിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ രണ്ടാൾക്കാരും തുല്യമായിട്ട് ഈ പ്രശ്നത്തിനകത്ത് ഇൻവോൾവ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കാൻ പോവുക എന്നുള്ളതിനെക്കുറിച്ച് ഒരു വ്യക്തതയില്ല. ഇവിടെ നമ്മൾ പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരും പുറത്തു പോകില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇതൊരു വലിയ പ്രശ്നമായിട്ട് അവിടെ ഉയർന്നു വരുവാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ രണ്ടാൾക്കാരും അവിടെ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഗബ്രി, ജിൻഡോ, ജാസ്മിൻ തുടങ്ങിയ ആൾക്കാരെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഈ ഗെയിം നിലനിൽക്കുന്നത് തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരാൾ പുറത്തു പോവുക എന്ന് പറയുമ്പോൾ അത് ഈ ഷോയെ തീർച്ചയായിട്ടും സാരമായി ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുമാത്രവുമല്ല, കരുത്തുള്ള പല ആൾക്കാരും ആ ഷോയിൽ നിന്ന് ഇപ്പോൾ തന്നെ പുറത്തു പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്രതീക്ഷിതമായ പുറത്താകൽ എന്ന് വേണം ഇവരെക്കുറിച്ചൊക്കെ പറയേണ്ടത്. പ്രതീക്ഷയോടുകൂടി നമ്മൾ കണ്ടിരുന്ന പല ആൾക്കാരുമായിരുന്നു ബിഗ് ബോസ് സീസൺ 6 നിന്നും പൊടുന്നനെ പുറത്തു പോകേണ്ടി വന്ന ഹതഭാഗ്യന്മാർ. അതൊക്കെ ഷോയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. സിജോ മടങ്ങി വന്നു എന്നുള്ളത് മാത്രമാണ് ഒരു ആശ്വാസം. പക്ഷേ സിജോയിൽ നിന്നും എത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തതയുമില്ല. കാരണം സിജോ അവിടെ നിൽക്കുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു കാട്ടിക്കൂട്ടിയത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ബോധ്യം പ്രേക്ഷക സമൂഹത്തിനുണ്ട്. എന്നാൽ ഗബ്രി, ജിൻഡോ ഈ രണ്ടാൾക്കാരും രണ്ട് രീതിയിൽ ഗെയിം കളിക്കുന്ന ആൾക്കാരാണ്. ഗബ്രിയെ സംബന്ധിച്ച് ഗബ്രി ഈ പ്രേക്ഷക സമൂഹത്തെ ഒത്തിരി വെറുപ്പിച്ചിട്ടുള്ള ഒരു ലവ് ട്രാക്കിൻ്റെ ഉടമയാണ്. അപ്പോൾ തന്നെ ഗബ്രി, ജാസ്മിൻ ആ കോംബോയാണ് ഈ ഷോയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി ഇവിടം വരെയോളം എത്തിയത്. ഈ സീസണിൽ പ്രേക്ഷക സമൂഹം ഇത്രയധികം പിന്തുണച്ച ഒരു ഗെയിമർ സീസൺ 6 വേറെ ഉണ്ടോ എന്നുള്ളത് വളരെ സംശയമാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോയോ ഗബ്രിയോ ഈ വിഷയത്തിൽ, അതായത് ഫിസിക്കൽ അസോൾട്ട് എന്ന പ്രശ്നത്തെ ചൊല്ലി പുറത്താകുമോ എന്നുള്ളത് സംശയാസ്പദമാണ്. പിന്നെ ഇതൊരു പ്രൊമോയാണ്. പ്രൊമോയിൽ സംഭവിക്കുന്നതെല്ലാം നമുക്ക് അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയില്ല. ഈ ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ അവിടെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേരെയും പിടിച്ചു മാറ്റുവാൻ വേണ്ടി ആൾക്കാർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇതൊരാരോപണമാക്കി ആരെങ്കിലും പൊക്കിയെടുത്തുകൊണ്ട് വന്നാൽ പണി പാളാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഒരു പക്ഷേ ഗബ്രിയിൽ നിന്നും നമുക്കത് പ്രതീക്ഷിക്കാം. ജിൻഡോയ്ക്കെതിരായിട്ട് ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ഒരു ആരോപണമായിട്ട് മുൻപോട്ട് അയാൾ പോകുമോ? എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. അതിൻ്റെ ലൈവ് അപ്ഡേറ്റുമായി തീർച്ചയായിട്ടും എത്രയും വേഗം എത്താം.